നിങ്ങൾക്ക് ഡിസ്കഷൻ ആവശ്യമുള്ള കണ്ടന്റ് കമന്റ് ചെയ്യണമെന്ന്. ആക്ച്വലി അതിനകത്ത് തന്നെ ഒത്തിരി സ്റ്റുഡൻസ് അതിനകത്ത് തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വെൽക്കം ടു എജോസ് അക്കാഡമി. നമ്മൾ ഇന്ന് ആക്ച്വലി റിസർച്ചിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഡിസ്കഷൻ ആവശ്യമുള്ള കണ്ടന്റ് കമന്റ് ചെയ്യണമെന്ന്. ആക്ച്വലി അതിനകത്ത് തന്നെ ഒത്തിരി സ്റ്റുഡൻസ് അതിനകത്ത് തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്, റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ ആക്ച്വലി ഇന്ന് റിസർച്ചിൽ നിന്ന് സാധാരണ ചോദിച്ചു വരുന്ന, അതേസമയം ഇച്ചിരി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതുകൂടാതെ ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിന് ഇനി 2 മാസം അല്ലെങ്കിൽ 2 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഏകദേശം ഒരു 63-64 ദിവസത്തോളം ഉണ്ടാവും. അപ്പം പലരും ചോദിക്കാറുണ്ട്, സാർ ഇനി പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ ഇനഫ് ആയിട്ടുള്ള ടൈം ഉണ്ട്, നിങ്ങൾക്ക് സിൻസിയർ ആയിട്ട് പഠിക്കാം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനി പഠിച്ചു തുടങ്ങിയാൽ മതി. നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ DME സ്റ്റാഫ് നഴ്സിന്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് ഓൾറെഡി അതിന്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. അതിന്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സൈക്കിൾസ് ഓഫ് റിവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഫസ്റ്റ് റൗണ്ട് റിവിഷൻ, ഒരു സെൽഫ് റിവിഷൻ നമ്മുടെ സ്റ്റുഡൻസിന് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നടക്കുന്നു. സോ സെക്കൻഡ് റൗണ്ട് ആയിട്ട് നമ്മുടെ ഫാക്കൽറ്റി റിവിഷൻ ഇന്ന് രാവിലെ 5:30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ DME ക്രാഷ് ബാച്ചിൽ ആക്ച്വലി ഇത് ബാച്ചിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, അത് കൂടാതെ മൾട്ടിപ്പിൾ ടൈംസ് ഓഫ് റിവിഷനും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അഡ്മിഷൻ നടക്കുന്നതേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്ത് വളരെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിസർച്ചിലെ അസംഷൻ കേട്ടോ. അസംഷനും അതുകൂടാതെ ഹൈപ്പോത്തിസിസ്, അല്ലെ, എല്ലാവർക്കും എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണ് അസംഷനും ഹൈപ്പോത്തിസിസും എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അസംഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് അണ്ടർലൈങ് ബിലീഫ് ഓർ സ്റ്റേറ്റ്മെന്റ് ടേക്കൺ ടു ബി ട്രൂ വിത്തൗട്ട് റിക്വയറിംഗ് പ്രൂഫ് വിത്തിൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റഡി. ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് നമ്മൾ ആക്ച്വലി ഒരു സ്റ്റഡി നടത്തുമ്പോൾ കേട്ടോ, നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ പ്രൂഫ് ഇല്ലാതെ നമ്മൾ പറയുകയാണ് ഇത് ഇന്നതാണ്, ഈ കാര്യമാണ് ശരി, നമ്മുടെ ആൾക്കാരൊക്കെ ഈ രീതിയിലായിരിക്കും ചെയ്യുക എന്ന് നമ്മൾ ഒരു പ്രൂഫ് ഇല്ലാതെ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, അസംഷൻ എന്ന് പറയുക കേട്ടോ. ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർലൈങ് ബിലീഫ് ആണ് കേട്ടോ. അണ്ടർലൈങ് ബിലീഫ് നമ്മുടെ വിശ്വാസമാണ്. പറയുമല്ലോ, വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇതൊരു വിശ്വാസമാണ്. അണ്ടർലൈങ് ബിലീഫ് ഓർ സ്റ്റേറ്റ്മെന്റ് ടേക്കൺ ടു ബി ട്രൂ വിത്തൗട്ട് റിക്വയറിംഗ് പ്രൂഫ്. നമുക്ക് ഒരു തെളിവും ഇല്ലാതെ തന്നെ നമ്മൾ പറയാണ് ഇത് ഇന്ന കാര്യം, ഇതാണ് ശരിയെന്ന് പറയുന്നു. വിത്തിൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റഡി, നമ്മുടെ സ്റ്റഡിയെ കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ പറയാണ് ഇതാണ് ശരി, അതിനാണ് നമ്മൾ എന്ത് പറയുക, അസംഷൻ കേട്ടോ. അതിനാണ് നമ്മൾ അസംഷൻ എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് ഹൈപ്പോത്തിസിസ്. എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക? ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രഡിക്ഷൻ ആണ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതായത് വേരിയബിൾസ് അറിയാം അല്ലേ, അതായത് എന്തെങ്കിലും ഒരു കാര്യം അത് വേരി ചെയ്യുന്നു, അതിനാണ് നമ്മൾ എന്ത് പറയുക, വേരിയബിൾ എന്ന് പറയുക. സോ ഒരു പ്രഡിക്ഷൻ അബൌട്ട് ദ റിലേഷൻഷിപ്പ്. ഇപ്പൊ 2 വേരിയബിൾ ഉണ്ട് എങ്കിൽ, അതായത് സപ്പോസ് ഹൈറ്റ് വെയിറ്റ്, അതായത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് വെയിറ്റ് കൂടുന്നുണ്ടോ കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഓരോ വേരിയബിൾ ആണ്. ഹൈറ്റ് ഒരു വേരിയബിൾ ആണ്, വെയിറ്റ് ഒരു വേരിയബിൾ ആണ്. അപ്പൊ ആക്ച്വലി ഇത് തമ്മിലുള്ള ഒരു പ്രഡിക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. പ്രഡിക്ഷൻ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസിനാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. പക്ഷെ അസംഷൻ വെച്ച് നോക്കുമ്പോൾ ഹൈപ്പോത്തിസിന്റെ പ്രത്യേകത എന്താണ്? ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് കേട്ടോ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി കുറച്ച് ടെസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എപ്പോഴും ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് കേട്ടോ. അതാണ് ബേസിക് ആയിട്ട് അസംഷനും ഹൈപ്പോത്തിസിസും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് അതിന്റെ ഡെഫിനിഷന്റെ കമ്പാരിസൺ ഒന്ന് നോക്കാവേ. അപ്പം അസംഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ബിലീഫ് ഓർ ഐഡിയ ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ആസ് ട്രൂ വിത്തൗട്ട് പ്രൂഫ്. ഒരു പ്രൂഫും ഇല്ലാതെ നമ്മൾ പറയുകയാണ് ഇന്ന കാര്യം ശരിയാണ്, അതിന് നമ്മൾ എന്ത് പറയും, അസംഷൻ എന്ന് പറയും. ഹൈപ്പോത്തിസിസ് ആണെങ്കിലോ സ്പെസിഫിക് ടെസ്റ്റബിൾ പ്രഡിക്ഷൻ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. അതായത് ഇവിടെ റിലേഷൻഷിപ്പ് ആണ് പറയുക, പക്ഷെ എന്താണ്, ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. പേർപ്പസ് എന്തുകൊണ്ടാണ് നമ്മൾ അസംഷൻ പറയുക? ടു എസ്റ്റാബ്ലിഷ് ദ ഫൗണ്ടേഷൻ
ഓർ ഫ്രെയിം വർക്ക് ഫോർ ദ സ്റ്റഡി. അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പം തെളിയിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഒരു റിസർച്ച് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യമില്ല അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആക്ച്വലി അത് അങ്ങ് തുടങ്ങണം അല്ലെ. അപ്പൊ അങ്ങനെ തുടങ്ങാൻ വേണ്ടി, അങ്ങനെ ഒരു ബേസ് ലൈനിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷന് വേണ്ടി, ഒരു ഫ്രെയിം വർക്കിന് വേണ്ടിയാണ് നമ്മൾ സാധാരണ ഈ അസംഷൻ എടുക്കുക അല്ലെ. ഹൈപ്പോത്തിസിസ് ആണെങ്കിലോ ടു ബി ടെസ്റ്റഡ് ആൻഡ് വാലിഡേറ്റഡ് ഓർ റിജക്റ്റഡ് ത്രൂ ദ റിസർച്ച്. നമ്മുടെ റിസർച്ച് വഴി നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ച് അറിയണം, കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വാലിഡേറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിജക്ട് ചെയ്യണം ഹൈപ്പോത്തിസിനെ കേട്ടോ. ഹൈപ്പോത്തിസിനെ നമ്മൾ സാധാരണ അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയോ ചെയ്യും. എങ്ങനെയാണ്, ബേസിസ് ഓൺ ദ സ്റ്റഡി അല്ലെ. നമ്മൾ സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഹൈപ്പോത്തിസിനെ അക്സെപ്റ്റ് ചെയ്യണമോ റിജക്ട് ചെയ്യണമോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. മൂന്നാമത്തേത് ടെസ്റ്റബിലിറ്റി. അതായത് അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് ടെസ്റ്റബിൾ, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇതിനെ അസംഷനെ, ഹൈപ്പോത്തിസിസ് ആണെങ്കിലോ അത് ടെസ്റ്റബിൾ ആണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അസംഷനിൽ വരുന്നത് പാർട്ടിസിപ്പൻസ് വിൽ ആൻസർ ട്രൂത്ത്ഫുള്ളി കേട്ടോ. പാർട്ടിസിപ്പൻസ് എന്താണ്, ശരിയായിട്ട് ആൻസർ ചെയ്യും. ഇതൊരു അസംഷൻ ആണ് അല്ലേ. പാർട്ടിസിപ്പൻസ് വിൽ ആൻസർ ട്രൂത്ത്ഫുള്ളി. ഹൈപ്പോത്തിസിസ് ആണെങ്കിലോ ഇൻക്രീസ്ഡ് എക്സസൈസ് റെഡ്യൂസസ് BP. അതായത് നമ്മൾ ഒരുപാടല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ BP കുറയുന്നു. അതായത് എക്സസൈസ് ചെയ്യും തോറും നമ്മുടെ BP കുറയുന്നു. ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ്. ഇത് നമ്മൾ സ്റ്റഡി നടത്തി ടെസ്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഈ ഹൈപ്പോത്തിസിസ് ക്ലിയർ ആയോ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. ആദ്യമായിട്ട് പറയുന്നത് സിമ്പിൾ ഹൈപ്പോത്തിസിസ് ആണ്. എന്താണ് സിമ്പിൾ ഹൈപ്പോത്തിസിസ്? സ്റ്റേറ്റ്സ് ആൻഡ് എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ ഡിപ്പെൻഡന്റ് ആൻഡ് വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കേട്ടോ. അത് ഈ പേരൊന്നും കേട്ട് നിങ്ങൾ പേടിച്ചു പോകണ്ട. അതായത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും കേട്ടോ. ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അപ്പൊ നിങ്ങൾ ഓർക്കുക, എപ്പോഴും ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് കോസ് ആയിരിക്കും. ആ കോസ് കാരണം ഉണ്ടാകുന്ന ഇഫക്റ്റ് കേട്ടോ, അതെന്തായിരിക്കും, എപ്പോഴും ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് സൺലൈറ്റ് എക്സ്പോഷർ കേട്ടോ, ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് സൺലൈറ്റ് എക്സ്പോഷർ വിൽ ഇംപ്രൂവ് ദ ബോണ്ട് ഡെൻസിറ്റി. അപ്പൊ ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് എക്സ്പോഷർ അല്ലേ, അതാണ് കോസ് അല്ലേ. അപ്പം അതിന്റെ ഇഫക്റ്റ് എന്താണ്, ഇംപ്രൂവ് ദ ബോണ്ട് ഡെൻസിറ്റി. സോ ഇതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുക. സോ ഈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. നെക്സ്റ്റ് കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ്. എന്താണ് കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക? പ്രഡിക്ഷൻ ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ two or more independent variables and two or more dependent variables. അവിടെ ആക്ച്വലി നമ്മൾ നേരത്തെ ഒരു ഡിപ്പെൻഡന്റും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും എന്ന് പറഞ്ഞുവെങ്കിൽ ഇവിടെ രണ്ടോ അതിലധികമോ ഡിപ്പെൻഡന്റ് വേരിയബിളും രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പ്രഡിക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുക, കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. എക്സാമ്പിൾ ഓഫ് taller people and people with a high caloric intake way more than shorter people and those with low caloric intake അല്ലേ. അതായത് പൊക്കം കൂടിയ ആൾക്കാർ അല്ലെ, ടോൾ ആയിട്ടുള്ള ആൾക്കാര് കൂടാതെ ഒരുപാട് കാലറി കഴിക്കുന്നവരെ എന്ത് ചെയ്യും, സാധാരണ അവരുടെ വെയിറ്റ് കൂടുതലായിരിക്കും. ആരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ടർ പീപ്പിൾ, കുഞ്ഞാളുകളും കൂടാതെ അവരുടെ കാലറി ഇൻടേക്ക് കുറവ്, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഇവിടെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് പറയുന്നുണ്ട് അല്ലേ. രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്താണ്, കോസ് എന്താണ്, ലോ കാലോറിക് ഇൻടേക്കും ഹൈ കാലറിക് ഇൻടേക്കും അല്ലേ, അതാണ് കോസ്. രണ്ടെണ്ണം വരുന്നുണ്ട്. ഇഫക്റ്റ് ആണെങ്കിലോ വെയിറ്റ് ആണ് അല്ലെ, വെയിറ്റ്, അതായത് ടോളർ പീപ്പിള് ഷോർട്ടർ പീപ്പിൾ, ഇവരുടെ വെയിറ്റ് ആണ് എന്തൊരു, ടോളർ പീപ്പിളിന്റെ വെയിറ്റ് ഷോർട്ടർ പീപ്പിളിന്റെ വെയിറ്റ്, ഇതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരിക. അപ്പം ഇവിടെ ഒന്നിൽ കൂടുതലായിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരുന്നുണ്ട്, ഒന്നിൽ കൂടുതലായിട്ടുള്ള ഡിപ്പെൻഡന്റ് വേരിയബിൾ വരുന്നുണ്ട്. ഇതാണ് എന്ത്, കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ്. എന്താ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക? സ്പെസിഫൈസ് ദ എക്സ്പെക്ടഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. അതായത് വേരിയബിൾസ് തമ്മിൽ ബന്ധമുണ്ടെന്ന് മാത്രമല്ല പറയുക, അത് ഏത് ഡയറക്ഷനിലാണ് കേട്ടോ, ഏത് ഡയറക്ഷനിലാണ് അവർക്ക് ബന്ധമുള്ളത്, അതാണ് പറയുക ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. അതായത് ഇപ്പം എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓൾഡർ പേഷ്യൻസ് ആർ മോർ അറ്റ് റിസ്ക് ഓഫ് എക്സ്പീരിയൻസിങ് എ ഫോൾ ദാൻ യങ്ങർ പേഷ്യൻസ് കേട്ടോ. യങ് ആയിട്ടുള്ള ആൾക്കാരെക്കാളും ഓൾഡർ പേഷ്യൻസിനാണ് ഫോൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഇതാണ് ഡയറക്ഷൻ. അതായത് എന്താ അവിടെ പറയുന്നുണ്ടല്ലോ, അതായത് ഏജിന് ഒരു ബന്ധമുണ്ട് എന്നല്ല പറയുക, പകരം എന്താണ്, ഓൾഡർ പേഷ്യൻസ്, പ്രായമായവര് വീഴാൻ സാധ്യത കൂടുതലാണ് വെൻ കമ്പയർഡ് ടു
യങ്ങർ പേഷ്യൻസ് അങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഡയറക്ഷൻ എന്ന് പറയുക. നോൺ ഡയറക്ഷൻ ആണെങ്കിലോ ഹൈപ്പോത്തിസിസ് ഡസ് നോട്ട് സ്റ്റേറ്റ് ദ ഡയറക്ഷൻ ഓഫ് എ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പിന്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈപ്പോത്തിസിസ് വെച്ചിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നില്ല, ആ ഡയറക്ഷനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. അതിനാണ് നോൺ ഡയറക്ഷൻ എന്ന് പറയുക. എക്സാമ്പിൾ, there is a relationship between the age of the patient and risk of falling. അവിടെ എന്താ ചാൻസ് കൂടുതലാണോ കുറവാണോ എന്നൊന്നും പറയുന്നില്ല, ഒരു റിലേഷൻ ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിസർച്ച് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റീവ് അല്ലെങ്കിൽ സയന്റിഫിക് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എക്സ്പെക്ടഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് കേട്ടോ. അതായത് വേരിയബിൾസ് തമ്മിലുള്ള എക്സ്പെക്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ കഫീൻ കൺസംഷൻ ഇംപ്രൂവ്സ് മെമ്മറി റിട്ടൻഷൻ. അതായത് കോഫി കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഫി ഇൻടേക്ക് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും, മെമ്മറി റിട്ടൻഷൻ കൂടും, അതാണ് പറയുക. അതാണ് എന്ത്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നൾ ഹൈപ്പോത്തിസിസ്. നൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ ആണ് അല്ലെ. നൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലെ, സീറോ ആണ്. സോ സ്റ്റേറ്റ്സ് ദാറ്റ് there is no relationship between the independent and dependent variables കേട്ടോ. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതാണ് എന്ത്, നൾ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ്. എക്സാമ്പിൾ, പേഷ്യന്റ് ഏജ് ഈസ് അൺറിലേറ്റഡ് ടു ദെയർ റിസ്ക് ഓഫ് ഫോളിംഗ് കേട്ടോ. അതായത് പേഷ്യന്റെ ഏജും ഫോളിന്റെ റിസ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതിനാണ് എന്ത് പറയുക, നൾ ഹൈപ്പോത്തിസിസ് കേട്ടോ. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക, നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അപ്പൊ ആക്ച്വലി ഇതാണ് നമ്മുടെ എന്താ അസംഷനും ഹൈപ്പോത്തിസിസും കേട്ടോ. അസംഷനും ഹൈപ്പോത്തിസിസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, നിന്റെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക. കൂടാതെ ഇനി ഏത് ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോസ് വേണം എന്നുള്ളത് കമന്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഉറപ്പായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ 1-2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ എജൂസ് അക്കാഡമിയുടെ ഗ്രാൻഡ് ടെസ്റ്റ് അല്ലെ, ഓൾ ഇന്ത്യ ഗ്രാൻഡ് ടെസ്റ്റ്, അത് നമ്മുടെ എജൂസ് അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും എജൂസ് അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ആക്ച്വലി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും, വളരെ കുറച്ച് പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്താ പലരും ഓർക്കുന്നുണ്ടാവും, നമ്മുടെ എക്സാം ഒക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യാവുന്ന അങ്ങനെയല്ല. ഈ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കൂടാതെ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.